അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇഫ്താറിൻ്റെ കുറച്ച് വിഭവങ്ങളും വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ബീഫ് ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചുള്ളത്. അപ്പോൾ അതിന് 1 കിലോ ബീഫൊക്കെ വാങ്ങിയിട്ട് ഇവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് അത് മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ടൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് കുക്കറിൽ. ഒരു 5 വിസിലൊക്കെ ഞാൻ വന്നപ്പോഴാണ് തീ ഓഫാക്കിയത് കേട്ടോ. ഇനി അതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് ഞാനിതാ സവാള ഉപ്പിട്ടിട്ടൊന്ന് വഴറ്റാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളകും പൊടി, ഗരം മസാലപ്പൊടി ഇതൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് പിന്നെ തക്കാളി ഞാൻ പേസ്റ്റ് ആക്കിയിട്ടാണ് ഒഴിച്ചിട്ടുള്ളത്. പിന്നെ സോസ്, ടൊമാറ്റോ സോസ്, ഒരു 2 ടീസ്പൂൺ തൈര് ഇതൊക്കെ ഒഴിച്ചിട്ട് ഞാൻ ആ വെന്ത ബീഫ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ കറിയോടുക്കനെ ഒഴിച്ചു കൊടുത്തുള്ളത് കേട്ടോ. കറി കുറുകി വന്നാൽ ഒന്ന് സെറ്റാവും. അതിലേക്ക് മല്ലിച്ചപ്പും പുതിനയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് കണ്ട കറി ഇതേപോലെ സെറ്റായി വന്നു കഴിഞ്ഞാൽ തീ ഓഫാക്കിയിട്ട് നമുക്ക് ഇനി അരി വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ബിരിയാണിയുടെ അരിയൊക്കെ വേവിച്ചെടുത്ത് ദമ്മിട്ടിട്ട് അത് സെറ്റായി. ഇന്ന് സ്നാക്സ് ഞാൻ ഉണ്ടാക്കുന്നത് സമൂസയാണ്. അപ്പോൾ അതിന് ഞാനിതാ ചിക്കനൊക്കെ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ മസാല, അതിനുള്ള മസാല റെഡിയാക്കണേ. കൂടുതൽ ഞാൻ സവാള ഒന്നും ചേർത്തിട്ടില്ല. മക്കൾക്ക് ഇഷ്ടമില്ലാത്ത കാരണം അവർക്കും കഴിക്കാനുള്ള കാരണം ഞാൻ കൂടുതൽ സവാള ചേർത്തിട്ടില്ല ആവശ്യത്തിന്. പിന്നെ ഞാൻ കൂടുതൽ വെജിറ്റബിൾസ് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ, ചിക്കൻ്റെ അല്ലേ. അപ്പോൾ അത് മാത്രം. അപ്പോൾ അത് ചിക്കന് മസാല ഒക്കെ റെഡിയാക്കിയിട്ട് അതും ഫ്രൈ ചെയ്തെടുത്തു. സമൂസയുടെ ഷീറ്റ് ഉണ്ടായിരുന്നു, അതാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഇഫ്താറിൻ്റെ സ്പെഷ്യൽ. അപ്പോൾ ഇതാ ഇന്ന് ജ്യൂസ് ഞാൻ ഉണ്ടാക്കിയത് ഷാർജയാണ് കേട്ടോ. അപ്പോൾ അത് നോമ്പ് തുറക്കുന്ന സമയമായി. നോമ്പ് തുറക്കലും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ബിരിയാണി, നമ്മുടെ ബീഫ് ബിരിയാണി ദമ്മ് പൊട്ടിക്കാൻ. അപ്പോൾ അത് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, നല്ല ടേസ്റ്റുള്ള ചോറായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ബീഫ് ബിരിയാണി ദമ്മൊക്കെ പൊട്ടിച്ചിട്ട് മക്കൾക്കൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നല്ല എല്ലാ ഭാഗവും ഞാൻ മസാല ഇതാക്കിയിട്ടില്ല, കുറച്ച് ഭാഗം ഞാൻ മസാലയും ചോറൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വിശേഷങ്ങൾ ഇന്നുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.